CC വിഷൻ പ്രേക്ഷകർക്കായി ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് പ്രസിദ്ധനായ സുവിശേഷ പ്രഭാഷകനും വേദാധ്യാപകനും എഴുത്തുകാരനുമൊക്കെയായ നമ്മുടെ അനിൽ കൊടിത്തോട്ടമാണ്. കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഇന്ന് നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. അനിൽ സാറേ, ഒരു ചോദ്യം ചോദിക്കട്ടെ. പെന്തിക്കോസ്ത് കമ്മ്യൂണിറ്റിയെ ക്രൈസ്തവ സഭയായി ഇടതുപക്ഷ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത പൊതുവെ ടെലിവിഷൻ ചാനലുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലുമായി കറങ്ങുന്നുണ്ട്. പലതും നമ്മൾ കേട്ടു. ഗവൺമെൻറ് അംഗീകാരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കാമോ? തീരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ലത്. കാരണം ഈ ഭരണഘടനാപരമായി ഏതെങ്കിലും ഒരു സഭയെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് യാക്കോബ സഭകളും പെന്തക്കോസ്ത് സഭകളും എല്ലാം തുല്യമാണ്. അവിടെ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് KT തോമസ് സാറുമായിട്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാൽ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം, അതിലുൾപ്പെട്ട ആളുകൾ അല്ലെ പാസ്റ്റേഴ്സ്, ആ സമൂഹത്തെ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവ്യവഹാര ഇടങ്ങളിൽ ഒരു സഭ എന്ന നിലയിൽ കാണാനാവാത്ത വിധം ദൃശ്യതയില്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ വിസിബിലിറ്റി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. അതിലുപരിയായിട്ട് മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന, വിശേഷിച്ച് ക്രൈസ്തവർക്ക് നൽകുന്ന പരിഗണനകളിൽ, അതല്ലെങ്കിൽ അവർ അവകാശങ്ങൾ നൽകുന്ന ഇടത്ത് പെന്തക്കോസ്ത് സഭകൾ കൂടി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും എന്നുള്ള ഒരു ഗുണം ഇതിന് കാണാതിരിക്കാനാവില്ല. സർവോപരിയായിട്ട് സുദീർഘ വർഷങ്ങൾ ഇപ്പോൾ PCA പോലുള്ള സംഘടനകൾ, വ്യത്യസ്ത ഐക്യ പ്ലാറ്റ്ഫോമുകൾ സർക്കാരുകളോട്, മാറി മാറി വരുന്ന സർക്കാരുകളോട് വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവയൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല എന്നതിൽ നിന്ന് വിഭിന്നമായി ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു LDF UDF കക്ഷികൾ ഇതുവരെ കാണാത്ത ഒരു വലിയ മുഖാമുഖ മത്സരത്തിൻ്റെ മുനമ്പത്തെത്തി നിൽക്കുമ്പോൾ ഗവൺമെൻറ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഗുണപരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ചില പരിമിതികളും അതിനകത്ത് കാണാൻ പറ്റും. ആകത്തുകയിൽ ആ വാർത്ത ഗുണപരമായ ചില കാര്യങ്ങളായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിൽ സംശയമില്ല. അല്ല, എൻ്റെ ചോദ്യം വളരെ കൃത്യതയുള്ളതാണ്. ഗവൺമെൻറ് ഏതാണ്ടൊരു വലിയ കാര്യം ചെയ്തു എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇത്രയും നാളും നമ്മൾ ക്രൈസ്തവ സഭകളുടെ ഭാഗമല്ലായിരുന്നു, ഏതോ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ടോ ഒരു ബോഡി ആയിട്ടോ ഒക്കെയാണ് കരുതിയിരുന്നതെന്നാണ് നമ്മൾ ഇതുവരെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യതയുള്ള എൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് തന്നെ മറുപടി തരണം. ഞാൻ ചോദിക്കുന്നത്, ഇതുകൊണ്ട് ഈ സഭയ്ക്കുണ്ടാകുന്ന നേട്ടം, അതാണ് എനിക്ക് കിട്ടേണ്ടത്. ഒരു അംഗീകാരം കിട്ടി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി. അംഗീകാരം നേരത്തെ ഉണ്ട്. കാരണം കേരളത്തിലെ പ്രബലമായ ഒരു ഗ്രൂപ്പ് തന്നെയാണ് പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റി. പല ഗ്രൂപ്പുകളിലായിട്ട് ഒരു 10,000-8,000 ചർച്ചുകളുണ്ട്, ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുമായിട്ടൊക്കെ ഗവൺമെൻറ്റിനും ഗവൺമെൻറ് ജനപ്രതിനിധികൾക്കൊക്കെ ആയിട്ട് വളരെ കണക്ഷൻസും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ മീറ്റിങ്ങുകൾക്ക് വരാറുണ്ട്, അവിടെ പോകാറുണ്ട്. ഒരു ഒഫീഷ്യലായിട്ടൊരു അംഗീകാരം കിട്ടി എന്നാണ് ഇപ്പോഴും പറയുന്നത്. എങ്കിലും നേരത്തെ തന്നെ ഇവരുമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ഔദ്യോഗിക അംഗീകാരം കിട്ടി എന്നുള്ളതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, സഭയ്ക്കുണ്ടാകുന്ന നേട്ടം അത് പറയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്പെസിഫൈ ചെയ്ത് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ട്. മൈനോറിറ്റി റൈറ്റ്സിനുള്ളിൽ സ്കോളർഷിപ്പുകളുണ്ട്. മൈനോറിറ്റിയെ പരിഗണിച്ചേ പറ്റൂ എന്ന് പറയുന്ന, അല്ല ഇടയ്ക്ക് ഇടപെട്ടോട്ടെ, മൈനോറിറ്റിക്കുള്ള സ്കോളർഷിപ്പ് ഇപ്പോഴും പെന്തക്കോസ്തുകാർക്ക് പിള്ളേർ കിട്ടുന്നുണ്ടല്ലോ. അല്ലാതെ പറയാം. ഈ മൈനോറിറ്റി റൈറ്റ്സിൽ ക്രിസ്ത്യൻ എന്ന് പൊതുവിൽ പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യൻ സംബന്ധിയായ ഒരു സർട്ടിഫിക്കറ്റിന് ചെല്ലുമ്പോൾ അതിൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്ന ഇടത്ത് വില്ലേജ് ഓഫീസറുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെയൊക്കെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടോ മുൻവിധി കൊണ്ടോ പെന്തക്കോസ്ത് എന്ന് ചേർക്കാൻ പലപ്പോഴും അതിന് കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് അങ്ങനെ ചേർത്തും തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അത് ഇനി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ
ക്രിസ്ത്യൻ പെന്തക്കോസ്ത് എന്ന് തന്നെ വെക്കാവുന്ന വിധത്തിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നത് ഈ സ്കോളർഷിപ്പുകൾ കിട്ടുമ്പോഴും മറ്റ് PhD ലെവലിൽ റിസർച്ചോ ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പോൾ 5 സീറ്റുകളുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ ക്രിസ്ത്യൻസിന് ഇത്ര എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇടത്ത് ചിലപ്പോൾ അതിൽ ഏത് ക്രിസ്ത്യൻസ് ആണെന്ന് ബ്രാക്കറ്റിൽ കാണിക്കും. ഹിന്ദുക്കളുടെ ആണെങ്കിലും അങ്ങനെയാണ്, വിശ്വകർമ്മ എന്നോ SC ST എന്നൊക്കെ എടുത്ത് കാണിക്കുന്ന പോലെ. എന്നിട്ട് അതിലേതാണ് ധീവര എന്നൊക്കെ ബ്രാക്കറ്റിൽ കാണിക്കും പോലെ നാളെ മതന്യൂനപക്ഷങ്ങൾക്കുള്ള പരിഗണനയിൽ പെന്തക്കോസ്ത് എന്നുകൂടി ബ്രാക്കറ്റ് ചേർത്ത് പറയത്തക്ക വിധം നമുക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ. 5 സീറ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലായി പറഞ്ഞത്, ഉണ്ടെങ്കിൽ ഒന്ന് ലാറ്റിൻ കാത്തലിക്ക് കൊടുത്തു, ഒന്ന് SIUCക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിന് കൊടുത്തു. അങ്ങനെ കൊടുത്തു വരുന്ന വഴിയിൽ ഒന്ന് പെന്തക്കോസ്തുകാരന് കിട്ടുമെന്നാണോ ഈ പറയുന്നത്? അങ്ങനെ കിട്ടാം, അങ്ങനെ ഒരു പരിഗണനയാണ് അത് സാധ്യതയാണ് കാണുന്നത്. അല്ല, അതൊന്നും ഇതിനകത്ത് വ്യക്തമല്ല. അത് വ്യക്തതയിലേക്ക് വരുന്നത് നടപടിയിലേക്ക് വരുന്ന കഴിയുമ്പോഴാണ്. അല്ല, ഇതിനകത്ത് ഈ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുകയും ഇവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങളോടൊപ്പം ഇതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു എങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ അതിന് ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 മുന്നണികളും അവരുടെ മുന്നണിയുടെ ഭാഗമായി നിയമസഭാ മത്സരങ്ങളിൽ പെന്തക്കോസ്ത് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് അവർക്കും കൂടെ ഭരണ പങ്കാളിത്തം നൽകാൻ ഈ 2 മുന്നണികളും ചെയ്യുമോ? അത് ഈ മുന്നണികളുടെ ഒരു സംവിധാനം ക്രമാനുഗതമായ പാർട്ടികൾക്കുള്ളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളെയാണ് സ്ഥാനാർത്ഥികളായിട്ട് പരിഗണിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ പെന്തക്കോസ്ത് എന്നുള്ള പ്രസക്തി വരുന്നില്ല. കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് ഏത് ജാതി മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് കയറി പോകാം അവർക്ക്. അല്ല, അങ്ങനെയല്ല. അതിൽ ജാതി മതമൊക്കെ വരുന്നുണ്ടെന്ന് പറയാൻ കാരണം, ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് കൊടുക്കുകയാണ്. ആ കൊല്ലം ജില്ലയിലെ പാർലമെൻറ്റ് സീറ്റ് നായർ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് കൊടുക്കുക സാധാരണഗതിയിൽ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ റാന്നി എക്സാമ്പിൾ പറയുക, അതല്ലെങ്കിൽ തിരുവല്ല പെന്തക്കോസ്ത് സഭകൾക്ക് സ്വാധീനമുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലങ്ങളിലൊരു സീറ്റ് കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ കൊടുക്കുക, LDF or UDF കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യായമായൊരു ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ 2 കാര്യങ്ങളാണ്. അല്ല, അതിനിടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞോട്ടെ, ക്ഷമിക്കണം, ഇത് അല്പം വൈകാരികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭയായിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പും രാഷ്ട്രീയ നേതാക്കളും കുമ്പനാടും പുനലൂരും തിരുവല്ലയിലും ഒക്കെയുള്ള സഭ ആസ്ഥാനം വഴി മുളക്കുഴിയിലൊക്കെ കയറി ഇറങ്ങി നടന്ന് പ്രാർത്ഥിച്ച് നോമിനേഷൻ കൊടുക്കാൻ നേരത്ത് തന്നെ വന്ന് പാസ്റ്റർമാരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ നോമിനേഷൻ കൊടുക്കുന്നത്. നമ്മുടെ ചർച്ചകളിലെല്ലാം കയറി ഇറങ്ങി വോട്ട് ചോദിക്കാറുണ്ട്. കഴിയുന്നിടത്തോളം നമ്മളെ ബുദ്ധിമുട്ടിക്കാവുന്ന നിലയിൽ ഞായറാഴ്ച ആരാധനകളിൽ വോട്ട് ചോദിക്കാൻ കയറി വന്നിട്ടുണ്ട് ഇവർ. പള്ളികളിലാണ് ചെല്ലില്ല. അങ്ങനെ നമ്മളെക്കൊണ്ട് മുതലെടുക്കാവുന്ന നിലയിൽ അവർ മാക്സിമം മുതലെടുത്ത് നമ്മുടെ വോട്ട് ബാങ്കുകളെ സ്വരൂപിച്ച് കൂട്ടി ജയിച്ചു വന്നതിന് ശേഷം നാളിതുവരെ ഒന്നും ചെയ്യാതെ ഇനി ഇതിനൊരു അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞ് എന്ത് കുന്തം ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? അങ്ങനെ കാണാനാവില്ല. അതിനകത്തെ കാര്യം, ഈ നമ്മൾ ഇവരുടെ മുമ്പിൽ വെച്ച ഡിമാൻഡുകൾ ഇതുവരെ ചെറുതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പറയുന്നത് നമ്മുടെ ഹാളുകൾ ഉപദ്രവിക്കപ്പെടുന്നു, ഹാളുകൾ കയറി ആക്രമിക്കുന്നു, യോഗം നടത്തുന്ന ഇടത്ത് സുവിശേഷ വിരോധികൾ വന്ന് അക്രമം ഉണ്ടാക്കുന്നു. ഇതിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ഇന്നും പാസ്റ്റർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വലുതാണെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസം പരിഗണിക്കപ്പെടേണ്ട പ്രശ്നമാണെന്നും നിയമസഭയിലെയും പാർലമെൻറ്റിലെയൊക്കെ പ്രാതിനിധ്യം പ്രധാനമാണെന്നും ഒക്കെ പറയുന്ന നിലയിലേക്ക് നമ്മൾ വന്നതേ ഉള്ളൂ. അതിൻ്റെ ഇല്ല. പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ 2002 ഞാനാണ് കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തത്. കേരളത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ പെന്തക്കോസ്ത് ആത്മായരും അതിനകത്തുണ്ടായിരുന്നു. അന്ന് ഈ നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അതിന് മുമ്പും കൊടുത്തിട്ടുണ്ട്, PCA ഉണ്ടാകുന്നതിന് മുമ്പും എഴുതി കൊടുത്തിട്ടുണ്ട്. ശവക്കോട്ട പ്രശ്നത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ല. അതുപോലെയുള്ള പല വിഷയമില്ല. അതുപോലെ തന്നെ ഹോളുകൾ പണിയുന്നതിൽ അവർ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നേ പിന്നെ കളക്ടർ കയ്യിൽ നിന്നുള്ള അധികാരം എടുത്ത് പഞ്ചായത്തിന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ ശ്മശാനത്തിനും ഹോൾ പണിയുന്നതിനും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ സഭയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു എന്ന കാരണത്താൽ പെന്തക്കോസ്ത് സഭകൾക്കും വിശ്വാസികൾക്കും അർഹപ്പെട്ട സ്ഥാനമാനങ്ങൾ, പൊസിഷനുകൾ മറ്റ് സമുദായസ്ഥർക്ക് ലഭിച്ച് അവർ നമ്മളെക്കാൾ എണ്ണത്തിൽ കുറഞ്ഞ ആളുകളുടെ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മളെ അവർ നോക്കുകുത്തിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, എത്രയോ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, എത്രയോ ഇഷ്യൂസിൽ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നില്ല.
ഒരു കാര്യം ഇന്നുവരെ നടത്തിയിട്ടില്ല. ഇത് നമ്മളെ അംഗീകരിച്ചു എന്ന കാരണത്താൽ എന്തെങ്കിലും വാരിക്കോരി കിട്ടുമെന്ന് പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കിട്ടുമെന്ന് അതിൽ അങ്ങനെ പറയുന്നെങ്കിൽ നമുക്ക് സന്തോഷമില്ല, കിട്ടുന്നെങ്കിൽ പരാതിയൊന്നും അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളില്ല. അതിൻ്റെ കാരണം പറഞ്ഞാൽ ഒരു അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഒരു MLA അല്ലെങ്കിൽ MP ഉണ്ടാവുക എന്നത് അത്ര എളുപ്പമുള്ളൊരു സ്വപ്നമല്ല, ഒരു കാഴ്ചപ്പാടുമല്ല. കാരണം ഈ രാഷ്ട്രീയ പരിസ്ഥിതിയെ കൃത്യമായി വിശകലനം ചെയ്യുകയും പഠിക്കുകയും ചെയ്ത് അതിന് വരേണ്ട ഒരു പ്രവർത്തന വഴിയുണ്ട്. ഇപ്പോൾ നമുക്ക് ചിലരെ കാണാൻ പറ്റുന്നുണ്ട്. ഉദാഹരണം, നമ്മുടെ VS ജോയിയെ പോലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ നിന്നോ വർഗബഹുജന സംഘടനകളിൽ നിന്നോ ഒക്കെ പോഷക സംഘടനകളുടെ പ്രവർത്തിച്ച് അവർ കഴിവ് തെളിയിച്ച് തന്നെ വരേണ്ടവരാണ്. അതിന് ജാതി മതമൊന്നും ബാധകമല്ല. അത് പ്രാപ്തി കൊണ്ട് തന്നെ, പ്രവർത്തന മികവ് കൊണ്ട് തന്നെ നേതൃനിരയിലേക്ക് വരണം. അതിന് ജാതി മതമൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ തന്നെ ഉള്ളൊരു ഈ പറഞ്ഞ പോലെ ബോർഡ് കോർപ്പറേഷനുകളിലൊക്കെ പരിഗണിക്കാൻ കഴിയുന്ന ധാരാളം ആളുകളിലേക്കാണ് ഞാൻ വരുന്നത്. 2003 PC കോട്ടയത്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് മുരളീധരനായിരുന്നു KPCC പ്രസിഡന്റ് ആയിരുന്നു എന്ന് എൻ്റെ ചിന്ത. മുരളിക്ക് കത്തെഴുതി ഞാൻ തന്നെയാണ് എഴുതിയത്, അത് PC പറഞ്ഞിട്ട് എഴുതിയത്. അപ്പോൾ ആ കത്തെഴുതിയിട്ട് അദ്ദേഹം മാന്യമായൊരു മറുപടി തന്നു. മറുപടിയിൽ പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളൊന്നും നഷ്ടമാകുകയില്ല, ഞങ്ങളത് പരിഗണിക്കാം. കാരണം 60-ലധികം കോർപ്പറേഷനുകളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് തരണം എന്നാണ്, ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളുടെയും കൂടെ വോട്ട് കൊണ്ടാണ് നിങ്ങളിപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കുന്നത് വ്യക്തമായിട്ട് തന്നെയാണ് എഴുതി കൊടുത്തത്. പക്ഷേ ആ കത്ത് വന്നതല്ലാതെ ഈ MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് തോക്കുന്ന ആളുകളാണല്ലോ പിന്നെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. അതാണ് പിന്നെ നടന്നത്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് UDF വന്നതിന് ശേഷം BD സതീശൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അസംബ്ലി ഇലക്ഷനിലേക്ക് മത്സരിച്ചിട്ട് തോൽക്കുന്ന ആളുകൾ പാർട്ടി പ്രവർത്തനത്തിന് ഫീൽഡിൽ പൊക്കോണം. പിന്നെ അവൻ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം സർക്കാർ വണ്ടിയും മേടിച്ച് വിലസാൻ നടക്കരുതെന്ന് തീരുമാനം അവരെടുത്തിട്ടുള്ളതായിട്ട് കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊന്ന്. 2, അർഹതയുള്ള നമ്മുടെ ആളുകൾ നോമിനേറ്റഡ് പോസ്റ്റ് ഒത്തിരി ഉണ്ട് നമുക്ക്, അക്കാഡമിക് മേഖലയിലും മറ്റു മേഖലകളിലും. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തരാമെന്ന് പറയുന്നതല്ലാതെ നമ്മുടെ ഇടയിൽ പഠിച്ച ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഈ നിൽക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ വളരെ കുറവുള്ള ആളുകളെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലേക്ക് തിരുത്തി കയറ്റിയിട്ടുണ്ട്. ഞാൻ ആളുകളൊന്നും പറയുന്നില്ല, അത് പല സ്ഥാപനങ്ങളും നമുക്കറിയാം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ എൻസൈക്ലോപീഡിയ ഉണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ രാഷ്ട്രീയം വെച്ചാണ് നിയമനം. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ നിയമിച്ച കേരളത്തിലെ ഉന്നതമായ അക്കാഡമിക് സ്ഥാപനങ്ങൾ എനിക്കറിയാം, പക്ഷെ ഞാനിത് പറയുന്നില്ല ഇവിടെ. അപ്പം ഈ സാഹചര്യത്തിൽ നിലനിൽക്കെ നമുക്കിനി ഒരു അംഗീകാരം തന്നു എന്ന് പറഞ്ഞ് പെന്തിക്കോസുകാർ അംഗീകരിച്ചിരിക്കുന്നു. ഉടനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലത്. അല്ല, ഈ വൈകിയ വേളയിൽ സാറ് പറഞ്ഞതിനകത്തൊരു ശരിയുള്ളത്, ഈ വൈകിയ വേളയിൽ ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു പണിയായിരുന്നില്ലത്. കാരണം ഇതിലൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആരെങ്കിലും വിലയിരുത്തിയാൽ തെറ്റെന്ന് പറയാനും ആവില്ല. കാരണം ഈ JB കോശി കമ്മീഷനാണെങ്കിലും മുമ്പ് പറഞ്ഞ PCI കൊടുത്ത നിവേദനമാണെങ്കിലും ആയിരക്കണക്കിനായ ക്രൈസ്തവരുടെ സമരമല്ലാത്ത പ്രതിഷേധങ്ങളോ നിവേദനങ്ങളോ ആയാലും അതിനോട് LDF UDF മുഖം തിരിച്ചു നിന്നിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കാണാതിരിക്കുന്നില്ല. അതൊരു സത്യമാണ്. അതിപ്പോൾ വന്നിരിക്കുന്ന ഭയം ഏതാണ്ടൊരു വോട്ട് ബാങ്ക് എന്ന നിലയിലേക്ക് സഭകൾ വന്നിട്ടുണ്ടെന്നുള്ളൊരു സത്യമുണ്ട്. വേറൊരു കാര്യം ഇവിടെ കാണേണ്ടത്, ഈ പെന്തക്കോസ്ത് വോട്ടുകളുടെ നല്ലൊരു ഭാഗം ഈ LDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന അടുത്ത കാലം വരെ നമ്മുടെ ക്യാപ്റ്റൻ സാമുവലിൻ്റെ ആ സംഭവത്തിന് ശേഷം ക്രൈസ്തവ ചിന്ത പോലെയുള്ള പത്രങ്ങൾ ഇതേക്കുറിച്ച് കാര്യമായിട്ട് എഴുതുകയും ആളുകൾ ഈ വലതുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ ഇടത്തോട്ട് ചരിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുതൽ ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടാകാനുള്ള കാരണം മുമ്പ് പറഞ്ഞ പോലെ ഒരു പരിധിവരെ സമൂഹത്തെ ശ്രദ്ധിക്കാതെ പോയി വോട്ട് മാത്രം മതി, ഈ മേഖലയിൽ നിന്ന് വരുന്നവരുടെ ഒന്നും അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു നിഷ്ക്രിയത്വം രാഷ്ട്രീയ പാർട്ടികൾ LDF വിശേഷിച്ചു അത് കാട്ടി. അപ്പോൾ ഈ വോട്ടുകൾ ഒരു പ്രതിഷേധം പോലെ പോവുകയും ഏതാണ്ട് 100-ലധികം പെന്തക്കോസ്ത് വിശ്വാസികൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികളിലൂടെ വിജയം വരിക്കുകയും. അല്ല, അതിപ്പോൾ JB കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പെന്തക്കോസ്തുകാർക്ക് അംഗീകാരം കിട്ടിയെന്ന് പറയുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് നടന്ന പല ഇലക്ഷനുകളിലും നിരവധി ആളുകൾ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വരെ വന്നിട്ടുണ്ടല്ലോ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലൊക്കെ ധാരാളം ആൾ വന്നിട്ടുണ്ട്. അതൊക്കെ പ്രാദേശിക തലത്തിൽ അവരുടെ മികവും
അത് വ്യക്തിപരമായ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവരെ ആ പൊസിഷനിൽ വന്നത്. അല്ലാതെ ബന്ധുക്കൂസുകാരായതുകൊണ്ടൊന്നും അല്ല അവർ വന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ഞാനും പറഞ്ഞില്ല, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഈ കാരണത്താൽ ഇപ്പം അംഗീകാരം കിട്ടി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇരുന്നുണ്ട്, ഞാനതിന് എതിർക്കുന്നില്ല. നമ്മളെയും കൂടെ മറ്റ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളോടൊപ്പം ഒരു ഡയലോഗിൽ വിളിക്കുകയാണെങ്കിൽ നല്ല കാര്യം. അത് ഇത്രയും നാൾ അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു, വിളിച്ചോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് അർഹമായ ഒരു പരിഗണനയും ഒരു കാലത്തും കൊടുത്തിട്ടില്ല, ഇനിയോട്ട് കൊടുക്കത്തുമില്ല എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇല്ല, കൊടുക്കൂല എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ കാരണം ഇനി ഈ ഒരു സമൂഹം എന്ന നിലയിൽ ഞാൻ മറന്നു പോകുന്ന ഒരു കാര്യം കൂടെ, സോറി, പിന്നെ ഞാൻ നിർത്തിയാക്കാം. ഈ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും കേരളയുടെയും ഒക്കെ ഇത് കൊടുക്കുന്നുണ്ട്, ഫണ്ട് കൊടുക്കുന്നുണ്ട് അവർ. സ്കൂൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡഡ് സ്കൂളുകൾക്ക് ഓൺലൈൻ പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് പൈസ കൊടുക്കുന്ന രീതിയുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. പക്ഷേ നമുക്ക് ഏത് സ്കൂളിനായി നമ്മുടെ സഭയെ അംഗീകരിച്ചു, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് തരാൻ തന്നെ ഉള്ള ഇവിടെ. അല്ല, അത് നമ്മുടെ കുറ്റമല്ലേ? കാരണം നമുക്കത് സർക്കാരിൻ്റെ വിഷയമല്ല. കാരണം എന്താണെന്നാൽ ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അങ്ങനെയുള്ള ഒരു ലക്ഷ്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോയി. അപ്പോൾ അത് വേണം. അവിടെ നമ്മൾ സ്വയപരിശോധന നടത്തേണ്ടതാണ്. നമ്മളെക്കാൾ പ്രബലരല്ലാത്ത കമ്മ്യൂണിറ്റികൾ ഇവിടെ അവരുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. അവർക്ക് പരിഗണന, ഈവൻ PRDS എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, KPMSനും കോളേജുണ്ട്, PRDSനുണ്ട്. അത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക്, ചെറിയ സ്ഥാപനങ്ങൾക്ക് പോലും അവരെ ചെറുതായിട്ട് കാണുന്നല്ല, അവർ വലിയ മനുഷ്യരും ഒക്കെയാണ്. അവർ ആ സമൂഹത്തിലാരും കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ചെറുതാന്നല്ല പറയുന്നത്. അംഗസംഖ്യ വെച്ച് അതിലേറെ പ്രാപ്തിയുള്ള വലിയൊരു സമൂഹമാണ് പെന്തക്കോസ്ത് സഭകൾ. അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ സ്കൂളില്ല, കോളേജില്ല. വ്യക്തികൾക്കുണ്ട്, സഭകൾക്കില്ല. വ്യക്തികൾ ഒറ്റപ്പെട്ട കുറേ സ്ഥാപനങ്ങളുണ്ട്. അത് വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതെ, അങ്ങനെ ഒരു സഭയ്ക്ക് സ്ഥാപനം ഇല്ലാത്ത പരിസ്ഥിതിയെ സഭകൾ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് പരിശോധിക്കേണ്ടതാണ്. അല്ല, നമ്മുടെ സഭകളുടെ സ്ട്രക്ചർ അനുസരിച്ച് സഭയുടെ അധികാരത്തോടെ സഭാ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ നമുക്കുണ്ടാകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് രസകരമായി തോന്നിയത്, കഴിഞ്ഞ ഇടയ്ക്ക് PCIയുടെ ആൾക്കാർ പോയി മുഖ്യമന്ത്രിയും കണ്ടു, VD സതീശനെയും കണ്ടു, രണ്ടുപേരെയും കണ്ടു. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. എന്നിട്ട് അവർ എഴുതി കൊടുത്തതിൽ ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക. ഇവരെന്ത് മനസ്സിലാക്കിയെ കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എയ്ഡഡ് സ്ഥാപനങ്ങൾ ഇനി കേരളത്തിൽ അനുവദിക്കുക. എത്രയോ വർഷങ്ങളായി എയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിച്ചിട്ട് സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങൾ വേണമെങ്കിൽ കിട്ടിയെന്ന് വരും. അതിന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, കോളേജിനാണെങ്കിൽ ഇത്ര ഏക്കർ ഭൂമി, സ്കൂളിൽ ഇത്ര ഏക്കർ ഭൂമി എന്നൊരു കണക്കുണ്ട്. അത് വാങ്ങിയിട്ടതിന് ശേഷം ബിൽഡിംഗ് വേണ്ടത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഏത് എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്താം, ഗവൺമെൻറ് അനുമതി കൊടുക്കും. അവിടെ എന്നിട്ട് കോളേജ് നടത്താൻ, സ്കൂൾ നടത്താൻ അനുമതി കൊടുക്കണം. എവിടെയോട്ടാണ് കൊടുക്കുന്ന അനുമതി? വേണ്ട, ഇത് ഉള്ളിടത്തല്ലേ കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പം ഇത് ഈ രാഷ്ട്രീയക്കാർ നമ്മൾ പിന്നെയും കളിപ്പിക്കുകയാണ്. അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞ് ഇപ്പം ടെലിവിഷൻ ചാനലിൽ വായ്ത്താരി ഇടുകയാണ്, കാലം കോഴി കൂന്നവർ കിടന്ന് കൂവാണ്. ടെലിവിഷൻ ചാനൽ ബന്ധുക്കൂസുകാർക്ക് ഏതാണ്ട് കിട്ടിയെന്നും പറഞ്ഞ് ഉടനെ സോഷ്യൽ മീഡിയയിൽ കുറേ ബന്ധുക്കൂസുകാരെല്ലാം കൂടെ അതേ വരുന്നു എന്ന് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞ് എന്തോന്നാ എനിക്ക് മനസ്സിലാകുന്നതിന് അനുസരിച്ച് എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ കുറേ വർഷങ്ങൾ ഞങ്ങൾ നടന്നതാണ്. ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ കാണല്ലേ? കാരണം അത് പല ഘട്ടങ്ങളിൽ നിങ്ങളെല്ലാം കൂടെ, ഞാൻ ഇത്തരം മൂവ്മെൻറ്റുകളുടെ ഭാഗമല്ല, ഇന്നും ഇല്ല, ഇന്നലെ ഇല്ല. അപ്പോൾ അതിലൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മേഖല വേറെയാണ്. അപ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉദ്യമിച്ച് അവരുടെ കഴിവ് കൊണ്ടോ കണ്ടിന്യൂസ് ആയ നിങ്ങളെപ്പോലുള്ള ആളുകൾ PCI വന്ന ശേഷം ഉണ്ടായൊരു ഉണർവുണ്ട്, ആ രംഗത്ത് സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്നുണ്ട്. ഈ കാര്യങ്ങളിലൂടെ പല ആളുകളുടെ കൂട്ടായ അധ്വാനത്താൽ ഇങ്ങനൊന്നും ഉണ്ടായി നന്നാവുമെങ്കിൽ ആകട്ടെ, അവർക്ക് അവസരം കൊടുക്കും. അംഗീകാരം കിട്ടി എന്ന് പറയുന്നതിനെ ഞാൻ എതിർത്ത് പറയുകയല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്നുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകും എന്നാണ് എൻ്റെ സംശയങ്ങളാണ് ഞാൻ നിരത്തിയത്. എന്ത് നേട്ടം ഇതുകൊണ്ട് കിട്ടിയാലും ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ മുമ്പിലുണ്ടാകും. കാരണം ഞങ്ങൾ ഇതുപോലെയുള്ള പല ഇഷ്യൂവിന് വേണ്ടി സെക്രട്ടേറിയറ്റ് വഴി എത്രയോ പ്രാവശ്യം കിടന്നു. ആരെയൊക്കെ കണ്ടു? പിണറായി തന്നെ പലവട്ടം കണ്ടിട്ടുണ്ട്, VS അച്യുതാനന്ദനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ പലവട്ടം കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മന്ത്രിമാരെ പല സമയങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. പല ഇഷ്യൂസ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഈ പറയുന്നത് പോലെ ശവക്കോട്ടയും കോളുമണിയൊക്കെയാണ് വിഷയം. കാതലായ നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ ജനസമൂഹത്തിന് വളർച്ച ഉണ്ടാകുന്ന, വികസനം ഉണ്ടാകുന്ന, ബേസിക്കായിട്ട് ഉള്ള വളർച്ച, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊന്നും അങ്ങനെ സ്ഥാപനങ്ങളും നമുക്കില്ല. നമുക്ക് അതിനുവേണ്ടി ഒരു സഹായം അവർക്ക് ചെയ്യാനും പറ്റില്ല. പിന്നെ ഇത് എന്താണെന്നാണ് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇനി അവരുടെ ചർച്ചകളൊക്കെ നമ്മളെ കൂടെ വിളിക്കുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ആ സംശയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഇത് ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊന്ന് തരാൻ, അവരുടെ കയ്യിൽ തരാൻ പറ്റിയ ചില സാധനങ്ങളുണ്ട്, അതുപോലെ അവർ തരില്ല. അതാണ് ഞാനിതുകൊണ്ട്
ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്തു അനിൽ. ഞാൻ പറഞ്ഞുവെങ്കിലും അനിൽ സാർ പറയുന്നതാണ് അതിന്റെ ഫൈനലായിട്ട് ഞാൻ എടുക്കുക. അല്ല, ഞാനതിനെ കാണുന്നത്, ഞാനതിന്റെ ആശങ്കകൾ പങ്കുവെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇത് വേണ്ടെന്നോ മോശമാണെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് ഇതുകൊണ്ട് എന്ത് നേട്ടം എന്നുള്ള ഒരു ആശങ്ക ഞാൻ പങ്കുവെച്ചെന്നുള്ളത്. ആ നേട്ടം ഗവൺമെന്റുകളുടെ നിർബന്ധത്തെക്കാൾ, അതിപ്പോൾ LDF വരുമോ UDF വരുമോ, ബഹുമാനപ്പെട്ട സതീശൻജി മുഖ്യമന്ത്രിയാകുമോ, പിണറായി വിജയൻ തുടരുമോ, ഇത് നമുക്ക് അറിവുള്ള കാര്യമല്ല. നമുക്കത് ഒരു നിരീക്ഷണം നടത്താതുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ LDF ഓർ UDF ഏതെന്ന് പറയാൻ വയ്യ. ഏതായിരുന്നാലും നമുക്കൊരു ഉത്തരവാദിത്തമുള്ളത് കാര്യക്ഷമതയുള്ള ആളുകൾ നമുക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. സാമൂഹ്യ പ്രവർത്തകരുണ്ടാവണം, ചിന്തകന്മാരുണ്ടാകണം. ഇത്തരം വിഷയങ്ങളെ വളരെ സ്ട്രഗിൾ ചെയ്ത് കൃത്യമായി തന്നെ പോരാടി ഈ സർക്കാരുകളുടെ മുമ്പിൽ എത്തിക്കാൻ പ്രാപ്തരായ ആളുകൾ എഴുന്നേൽക്കണം. അത് ഈ വാക്കും ഈ ശൂന്യത മാറ്റിത്തരും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഏതായാലും ക്രൈസ്തവ ചിന്തയുടെ വീഡിയോ വിഭാഗമായ CC വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നലെ ഇന്നൊക്കെയായിട്ട് ആ വാർത്ത അത് വെളി വന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷം കൂട്ടത്തിൽ തന്നെയാണ് നമ്മളിതിന് ഒത്തിരി വേണ്ടി പുറകെ നടന്നതാണ്. ഏതായാലും അത് നമുക്ക് ഗുണകരമായി ഭവിക്കട്ടെ. ഡൽഹിയിൽ വെച്ചാണ് നമ്മുടെ കൂടിക്കാഴ്ച യാദൃശ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ കഴിഞ്ഞത്. വലിയ സന്തോഷം വന്നതിൽ വളരെയധികം CC വിഷന് വേണ്ടി നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു.